ഹലോ, അസ്സാം വലൈക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ മലബാർ വെട്ടിവേർ ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം രാമച്ചത്തേലോ, അത് വെച്ചുകൊണ്ടുള്ള ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്ത ജേർണീനെ പറ്റിയാണ് പറഞ്ഞത്. ഇത്തിരി ലെങ്ത് ഉണ്ട്, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാലേ നമ്മൾ റിലയബിൾ ആയ രാമച്ചത്തൈലം സോഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ പ്രശ്നം എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാർക്കറ്റിൽ വരുന്ന രാമച്ചത്തൈലം പൊതുവെ ഈ പൈൻ ഓയിൽ അതുപോലെ തന്നെ കടല എണ്ണ ഒക്കെ ചേർത്ത് അഡൾട്ടറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഒരു രാമച്ചത്തൈലത്തിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാസങ്ങൾ നീണ്ട സെർച്ച് ആയിരുന്നു കേട്ടോ. അവസാനം നമ്മളത് കണ്ടുപിടിച്ചു, ടെസ്റ്റ് ചെയ്തു, കൺഫേം ചെയ്തു. ഓക്കെ. ഈ രാമച്ചത്തൈലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ബോഡിയുടെ pH ലെവൽ, അതുപോലെ തന്നെ ഡയറ്റ്, ബോഡിയുടെ ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ ശരീരത്തിനും ഒരു ഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഗന്ധത്തിനെ വേറെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു ക്വാളിറ്റി ഈ പ്യുവർ രാമച്ചത്തൈലത്തിന് ഇൻഹെറൻ്റ് ആയിട്ടുണ്ട്. ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഫ്രാഗ്രൻസ് ഏത് കാറ്റഗറിയിലുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കണം എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കഷനിൽ അവസാനം ഉരുത്തിരിഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസിക് ഇൻഗ്രീഡിയൻറ്റ്, ക്ലാസിക് ഫ്രാഗ്രൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഒരു ക്ലാസിക് ഫ്രാഗ്രൻസ് കാറ്റഗറിയിലായിരിക്കണം എന്നാണ്. വിൻറ്റേജ് വൈബിലുള്ള ഒരു ലോഷൻ്റെ ഒക്കെ ഒരു അണ്ടർടോണുള്ള ഒരു ജെൻറ്റിൽമെൻസ് കൊളോൺ കാറ്റഗറിയിലുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്രെയിം വർക്കിൽ വന്നത് ടോപ്പ് നോട്ടിൽ ഫ്ലോറൽ സിട്രസി നോട്ട്സ്, പിന്നെ ഒരു ലക്ഷൂറിയസ് ഗ്രീൻ നോട്ട്സ് മിഡിൽ, അതുപോലെ തന്നെ രാമച്ചത്തൈലത്തിന് ആധിപത്യമുള്ള ബേസ് നോട്ട്. അപ്പോൾ രാമച്ചം ബേസിക്കലി ബേസ് നോട്ടിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് രാമച്ചത്തിനെ ബേസ് നോട്ടിൽ കൺസിഡർ ചെയ്യുന്നത്, കുറച്ച് കൂടി നോട്ട്സും. അപ്പോൾ ഫ്രെയിം വർക്കായി. നമ്മുടെ ഫ്രെയിം വർക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. പാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഇതാണ് പാലറ്റ്. ഒരു പെർഫ്യൂമേഴ്സ് പാലറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, മുകളിലും താഴെയും ഒക്കെ ആയിട്ട്. ഈ ചെറുതായിട്ട് കാണുന്നതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. 300-ലധികം ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാലറ്റിലുള്ള ഇൻഗ്രീഡിയൻസിനെ നമ്മൾ എടുത്തു വെക്കുന്നു. ഈ ഫ്ലോറൽ സിട്രസ് കാറ്റഗറിയിലുള്ള ഫ്രാഗ്രൻസിനെ ഇൻഗ്രീഡിയൻസിനെ നമ്മൾ എടുത്തു വെക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ ഒരു ടൊണാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോസേജ്, ഇൻറ്റൻസിറ്റി ഇതൊന്നും ബാധകമല്ല. മൊത്തത്തിലുള്ളൊരു ഓവറോൾ ഫീൽ എങ്ങനെ കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ സ്മെൽ ചെയ്താൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു നമ്മുടെ ഫ്രെയിം വർക്കിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതായി. നെക്സ്റ്റ് ഈ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. ഫോർമുല ക്രിയേറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം ഇതിൽ കുറേ ബേസിക്സ് നമ്മൾ ശ്രദ്ധിക്കണം. പല ഇൻഗ്രീഡിയൻസും നമ്മൾ ഇത്ര പെർസെൻറ്റ്, ചിലതൊക്കെ 0.05 അല്ലെങ്കിൽ 0.02% കൂടുതൽ ഉപയോഗിച്ചാൽ ആ ഫ്രാഗ്രൻസിനെ മൊത്തം ഓവർ പവർ ചെയ്തിട്ട് അതും ആകെ ഒന്നിനും പറ്റാത്ത ഒരു ഒരു കോമ്പിനേഷനായി മാറുന്നുള്ള ആ ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർമുലയുടെ തന്നെ 1, 2, 3 വേർഷൻസ് ഉണ്ടായിരിക്കും, ചെറിയ ഡിഫറൻസസിലുള്ള, ട്വീക്കിങ്ങിലുള്ള. അത് നമ്മുടെ ആ ഒരു നോളജും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതുപോലെ ഡിഫറൻ്റായിട്ട് ഉള്ള ഓരോ ഫോർമുലയും നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുക. ഹൈ പ്രിസിഷൻ സ്കെയിൽ അതിന് വേണം. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ ഫ്രാഗ്രൻസ് ഒരു ഫുൾ ഫോമിൽ എന്താ പറയുക, ഷേപ്പിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോ എവിടെയാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഫ്രാഗ്രൻസ് മോളിക്യൂളിന് എന്തൊക്കെ കുറവുകളാണുള്ളത് നമ്മൾ അസസ് ചെയ്ത്, ഇതും ആഴ്ചകളോ മാസങ്ങളോ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഓരോ വേറെ ബാക്കിയുള്ള ഇതിനെ ഷേപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനും നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഒരു 5-6 ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാൻ പറ്റില്ല പൊതുവെ. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കും, വീണ്ടും അതിനെ അസസ് ചെയ്യും, വീണ്ടും അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും. അങ്ങനെയാണ് ഇതിനെ ഫൈനൽ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആ ഷേപ്പിലോട്ട് എത്തിക്കുക. ഓക്കെ. അങ്ങനെ ഈ ഫൈനൽ ഇറ്ററേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്ട്രക്ചറിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. സിട്രസ് നോട്ട്സും നെരോളി നോട്ട്സുമാണ് ടോപ്പ് നോട്ടിൽ വരിക. നെരോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റർ ഓറഞ്ച് ട്രീയുടെ ഫ്ലവറാണ്. അപ്പോൾ അതിന് ആ ഫ്ലവറിനാണെങ്കിൽ തന്നെ അതിനൊരു ഇത്തിരി സിട്രിക് ആസ്പെക്റ്റ് ഉള്ള ഒരു
ഫ്ലോറൽ നോട്ടാണ് നെരോളി. ഈ ക്ലാസിക് ഫ്രാഗ്രൻസിലെല്ലാം പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെരോളി. അപ്പോൾ നെരോളിയും സിട്രിക് നോട്ട്സും ആണ് അതിൻ്റെ ടോപ്പ് നോട്ടിലുള്ളത്. ബാക്കി വേറെ കുറേ ഇൻഗ്രീഡിയൻസ് അതിനെ ഷേപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ലക്ഷൂറിയസ് ഗ്രീൻ നോട്ട്സ് ആണ് നമ്മൾ മിഡിലിൽ യൂസ് ചെയ്തത്. കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ലോഷൻ്റെ ഒരു അണ്ടർടോണോട് കൂടിയ ഒരു ഗ്രീൻ നോട്ട്സ് ആണ് യൂസ് ചെയ്തത്. ബേസ് നോട്ടിൽ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ രാമച്ചത്തിൻ്റെ സർവാധിപത്യമാണ്, പിന്നെ കുറച്ച് വുഡി നോട്ട്സുമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മേജർ നോട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഫൈനലി ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു വെട്ടിവർ ഗ്രാൻഡെ. ഐക്യരാഷ്ട്ര സംഘടനയിലത്തെ ഓപ്പറേഷൻസ് മാനേജറായിരുന്ന മുരളി തുമ്മരുകുടിയാണ് അത് അന്ന് റിലീസ് ചെയ്തത്. അപ്പോൾ അത് ഫസ്റ്റ് ബാച്ച് റിലീസായി, അത് സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ പിന്നെ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ രണ്ടാമത് അടുത്ത സ്റ്റോക്ക് ഉണ്ടാക്കുക എന്നുള്ളതിന് വിപരീതമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിലുള്ള രാമച്ചത്തൈലം, പ്യുവർ രാമച്ചത്തൈലം കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ അടുത്ത ബാച്ച് ഉണ്ടാക്കുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഇനി ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ അംബാസഡർ സെൻറ് വർക്സിൻ്റെ പ്രീമിയം ലൈനായ ടലിസ്മാൻ ലൈനിലാണ് ഇത് ഇറങ്ങുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ 50 to 60 പീസസിൻ്റെ ലിമിറ്റഡ് ബാച്ചസിലാണ് നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഡീറ്റെയിൽസും അവൈലബിലിറ്റി ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്പറിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.